നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ഏറ്റവും പുതിയ വെർച്വൽ ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റെക്സ് അക്കാദമിയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ബേസിക്സ് ഓഫ് സെറ്റ് തിയറി എന്നുള്ളതാണ്. ബേസിക്സ് ഓഫ് സെറ്റ് തിയറി, സെറ്റ് തിയറിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിശ്ചയമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ തുടർന്നുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. സെറ്റ് തിയറി. സെറ്റ്. A set is a well-defined collection or a class of distinct object. എന്താണ് സെറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സെറ്റ് എന്നത് ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്റ്റ്, വ്യത്യസ്തമായ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റയുടെ ഒരു കളക്ഷനാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അത് വ്യത്യസ്തമായ ഐറ്റംസിന്റെ ആയിരിക്കണം ഒരു സെറ്റ് എന്നുള്ളത്. ദാറ്റ് ഈസ് there exists a rule. അവിടെ ഒരു റൂൾ ഉണ്ടായിരിക്കണം. with the help of which we will be able to say whether a particular object belongs to the set or does not belong to the set. അതായത് ഒരു എലമെന്റ് ആ സെറ്റിനകത്ത് ഉൾക്കൊള്ളുന്നതാണോ അല്ലയോ എന്ന് പറയണമെങ്കിൽ ആ സെറ്റ് എന്തിന്റെ സെറ്റ് ആയിരിക്കണം എന്നൊരു റൂൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സെറ്റില് ഉൾക്കൊള്ളുന്നതാണ് എന്നും അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് ആ സെറ്റിൽ ഉൾക്കൊള്ളുന്നതല്ല എന്നും വ്യക്തമായി പറയാൻ പറ്റൂ. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ ഇപ്പൊ ബികോം ക്ലാസ്സിലെ കുട്ടികൾ, ഫസ്റ്റ് ബികോം ക്ലാസ്സിലെ കുട്ടികൾ എന്നത് ആണ് ഒരു സെറ്റായിട്ട് നമ്മൾ എടുക്കുന്നത് എങ്കിൽ സെക്കൻഡ് ബികോം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെറ്റില് അംഗമല്ല എന്ന് നമുക്ക് നിശ്ചയമായും പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, positive integers form a set which is well defined because for a given number it is possible to say whether it belongs to the set of positive integers or not. അതായത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നത് ഒരു സെറ്റ് ആവുകയായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ 2 എന്ന ഒരു നമ്പർ അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന സെറ്റില് ഉൾക്കൊള്ളുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. അതായത് 2 എന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന സെറ്റിലെ അംഗമാണ്, അതായത് ബിലോങ്സ് ടു ദ സെറ്റ് എന്ന് പറയാം. അടുത്തത് ഒരു എക്സാമ്പിൾ പറയുന്നത് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് AIOU നമുക്കറിയാം. സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ഇതൊക്കെ ഓരോ സെറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, കാരണം അതിനൊരു റൂൾ ഉണ്ട്. ഫ്ലവേഴ്സ് ഇൻ എ ഗാർഡൻ, ഇതൊക്കെ ഓരോ സെറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയ എലമെന്റ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്ട്സ് ഓഫ് ദ സെറ്റ് ആർ കോൾഡ് എലമെന്റ്സ് ഓർ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. അപ്പോ ഒരു സെറ്റിലെ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിനെ എലമെന്റ് എന്ന് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇഫ് എ ഈസ് ആൻ എലമെന്റ് ഓഫ് ദ സെറ്റ് എ, ക്യാപിറ്റൽ ലെറ്റർ എ, then we write A is the element of set A. സെറ്റ് എയിലെ എലമെന്റ് ആണ് ഈ സ്മോൾ ലെറ്റർ എ എന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. Then methods of describing a set. ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുന്നത്, ഏത് രീതിയിലാണ് അതിനെ വ്യക്തമാക്കാൻ പറ്റുന്നത്? 2 മെത്തേഡാണ് ഒരു സെറ്റിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ടാബുലർ മെത്തേഡ് ഓർ റോസ്റ്റർ ഓർ എന്യൂമറേഷൻ മെത്തേഡ്. ടാബുലർ, റോസ്റ്റർ ഓർ എന്യൂമറേഷൻ എല്ലാം ഒരേ മെത്തേഡിന്റെ പേരാണ്. രണ്ടാമത്തെ മെത്തേഡ് റൂൾ മെത്തേഡ് ഓർ സെലക്ടർ ഓർ പ്രോപ്പർട്ടി ബിൽഡർ മെത്തേഡ്. അപ്പോ ഇതിനും ഒരേ മെത്തേഡിനുള്ള 3 പേരുകളാണ്. ഓക്കെ, നമുക്ക് ടാബുലർ മെത്തേഡിലേക്ക് കടക്കാം. ടാബുലർ മെത്തേഡ് അല്ലെങ്കിൽ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ എന്യൂമറേഷൻ മെത്തേഡ്. In this method we define a set by actually listing its members. അതായത് എല്ലാ മെമ്പേഴ്സിനെയും മുഴുവനായിട്ട് നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യുകയാണ് ആ സെറ്റില്.
അത് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ദ സെറ്റ് എ കൺസിസ്റ്റ് ഓഫ് നമ്പേഴ്സ് 1 2 3 4 റെപ്രസെന്റഡ് ആസ് സെറ്റ് എ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് കേളി ബ്രാക്കറ്റിനകത്ത് 1 2 3 4. അതായത് എല്ലാ എലമെന്റിനെയും നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോ സെറ്റ് എയിലുള്ള എലമെന്റ്സ് ആണ് 1 2 3 4. അതിനെ മുഴുവനും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. The elements are separated by a comma and are enclosed within bracket. ആ കേളി ബ്രാക്കറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് സെറ്റ് ബിൽഡർ മെത്തേഡ് അല്ലെങ്കിൽ റൂൾ മെത്തേഡ് അല്ലെങ്കിൽ സെലക്ടർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് വി ഡിഫൈൻ എ സെറ്റ് ബൈ സ്റ്റേറ്റിംഗ് certain properties which its members satisfy. അതായത് അതിനകത്തുള്ള എലമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സെറ്റിനെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മുഴുവൻ മെമ്പേഴ്സിനെ അവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ ആ സെറ്റിനെ ഡിഫൈൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ സെറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് സെറ്റ് എ ഈക്വൽ ടു എക്സ് എന്ന രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യും. എന്താണ് എക്സ്? എക്സ് ഇസ് എ ഫ്ലവർ ഇൻ ദ ഗാർഡൻ. അത് ഏത് ഫ്ലവറും ആവാം ഗാർഡനിലെ. ഓക്കെ, here x is the general element and so it represents all the elements of the set. അതായത് എല്ലാ എലമെന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നു എക്സ്. പക്ഷെ മുഴുവൻ പൂക്കളുടെ പേരും നമ്മൾ അവിടെ എഴുതി വെക്കുന്നില്ല. എന്താണ്? ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ എന്ന് മാത്രമേ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, then examples of some sets and their representations. നോക്കാം. The set of numbers 1 3 5 7 9. ഇതെന്താണ്? ഇവിടെ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ടാബുലർ മെത്തേഡിൽ ഇത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? 1 3 5 7 9 എന്നുള്ളത് മുഴുവനായും എറ്റ്സെട്ര, അതായത് മുഴുവൻ ഓഡ് നമ്പേഴ്സിനെയാണ് അവിടെ എൻലിസ്റ്റ് ചെയ്യുന്നത്. അത് മുഴുവനും റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് എറ്റ്സെട്ര എന്ന് കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി റൂൾ മെത്തേഡിൽ എന്താണ്? റൂൾ മെത്തേഡിൽ മുഴുവനായിട്ട് എൻലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെറ്റ് എ ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇനി അങ്ങനെ അല്ലാതെയും ഡിഫൈൻ ചെയ്യും. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഓഡ് നമ്പേഴ്സ് മാത്രമായതുകൊണ്ട് എക്സ് ഇസ് ആൻ ഓഡ് നമ്പർ എന്ന് മാത്രമായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദെൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്. A set is said to be finite if it consists of a specific number of different elements. Finite അല്ലെങ്കിൽ ഫൈനൈറ്റ് എന്നും പറയും. ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ് അല്ലെങ്കിൽ ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്സ്. ഇവിടെ ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന അംഗങ്ങളുള്ള സെറ്റിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗങ്ങളുടെ എണ്ണം അൺലിമിറ്റഡ് ആയിരിക്കും. നമുക്കത് പറയാൻ പറ്റില്ല, എത്രയാണ് എവിടെയാണ് അതിന്റെ എൻഡിങ് എന്ന് പറയാൻ പറ്റില്ല. ഇൻ അതർ വേർഡ്സ് ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് വി കൗണ്ട് ദ ഡിഫറെന്റ് മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ് ദ കൗണ്ടിങ് പ്രോസസ് മേ കം ടു എൻ എൻഡ്, അല്ലേ? ഓക്കെ, അതർവൈസ് എ സെറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻഫിനിറ്റ്. അപ്പോ കംപ്ലീറ്റ്ലി കൗണ്ടബിൾ ആണെങ്കിൽ ഫിനിറ്റ് എന്നും, കംപ്ലീറ്റ്ലി കൗണ്ടബിൾ അല്ല എങ്കിൽ ഇൻഫിനിറ്റ് സെറ്റ് എന്ന്. സോ ഇൻ ആൻ ഇൻഫിനിറ്റ് സെറ്റ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ആർ നോട്ട് എക്സോസ്റ്റീവ്ലി കൗണ്ടബിൾ. അതായത് മുഴുവനായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, ഇത് നമുക്ക് മുഴുവനായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. സോ ദ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 10 etc. are examples of finite sets, whereas the set of positive integers is an infinite set. അല്ലെ? അതായത് 10 താഴെയുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിശ്ചിതമായിട്ട് 1 മുതൽ 10 വരെയുള്ള ആ നമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ അത് ഫൈനൈറ്റ് സെറ്റ് ആണ്. എന്നാൽ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് എൻഡില്ല, അതുകൊണ്ട് അത് ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇനി ഈക്വാലിറ്റി ഓഫ് സെറ്റ് എന്നുള്ളതാണ് അടുത്തത്. ഈക്വാലിറ്റി ഓഫ് സെറ്റ്സ് ഓർ ഈക്വൽ സെറ്റ്സ്. Two sets A and B are said to be equal and written as A equal to B if both have the same members. അതായത് സെറ്റ് എയിലും സെറ്റ് ബിയിലും ഒരേ അംഗങ്ങളാണ് ഉള്ളത് എങ്കിൽ മാത്രമേ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. In other words, it means that
every element which belongs to A is also an element of the set B, and every element which belongs to the set B is also an element of the set A. അതായത് എയിലെ എല്ലാ അംഗങ്ങളും ബിയിൽ ഉണ്ടാവുകയും വേണം, ബിയിലെ എല്ലാ അംഗങ്ങളും എയിൽ ഉണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സെറ്റ് എയും സെറ്റ് ബിയും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതിന് അവിടെ ഓർഡർ പ്രത്യേകമായിട്ട് തുല്യമാവണമെന്നില്ല, അതായത് ക്രമം തുല്യമാവണമെന്നില്ല, സെറ്റിലെ എലമെന്റ്സ് തുല്യമായാൽ മതി. ഉദാഹരണം, സെറ്റ് എ ഈസ് ഈക്വൽ ടു 1 3 4 7 ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 7 3 1 4. അത് ഓർഡർ തെറ്റിയിട്ടാണെങ്കിലും ഇതിലെ എയിലെ എല്ലാ അംഗങ്ങളും ബിയിലുണ്ട്, ബിയിലെ എല്ലാ അംഗങ്ങളും എയിലും ഉണ്ട്. അതുകൊണ്ട് സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ബി എന്ന് പറയാം. The two sets A and B are equal, that is A equal to B, as every element which belongs to set A also belongs to set B and vice versa. ഇനി അടുത്തത് ഇക്വലന്റ് സെറ്റ്. ഇക്വലന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ if the elements of one set can be put into 1-to-1 correspondence with the elements of another set, then the two sets are called equivalent sets. അതായത് in equivalent sets the number of elements in the two sets are equal ആയിരിക്കണം. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് എ ഈക്വൽ ടു എ ബി സി ഡി ഇ, അവിടെ 5 എലമെന്റ്സ് ആണുള്ളത്. ആൻഡ് സെറ്റ് ബി ഈക്വൽ ടു 1 2 3 4 5, ഇവിടെ then A and B are equivalent sets since A corresponds to 1, B corresponds to 2 and so on. അതായത് എയുടെ തുല്യമായ വാല്യൂ ബിയില് 1 ആണ്, സെറ്റ് എയിലെ ബി എന്ന എലമെന്റിന് തുല്യമായിട്ടുള്ളത് സെറ്റ് ബിയില് 2 ആണ്, സെറ്റ് എയിലെ സി എന്ന എലമെന്റിന് തുല്യമായിട്ടുള്ളത് 3 ആണ്. ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സെറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ അത്തരം സെറ്റുകളെയാണ് ഈക്വലന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതായത് 1-to-1 കറസ്പോണ്ടൻസ്, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇപ്പുറം സെറ്റ് എയിലുള്ള അത്ര തന്നെ എലമെന്റ്സ് ബിയിലും ഉണ്ടാവും. അത് എലമെന്റ്സിന് ഒന്നിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും അടുത്തതില് ഉണ്ടാവുകയും ചെയ്യുക. ഓർഡറും കൃത്യമായിരിക്കണം എന്നർത്ഥം. Then null set or empty set. A set which contains no elements is called the null set or the empty set and is denoted by null set. Okay. രണ്ട് ബ്രാക്കറ്റിനിടയില് ശൂന്യതയാണ്, അത് അവിടെ 0 എന്ന് എഴുതാൻ പാടില്ല, കാരണം 0 ഒരു എലമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട്. എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഹൂസ് സ്ക്വയർ ഈസ് നെഗറ്റീവ് ഈസ് എ നൾ സെറ്റ്. കാരണം അങ്ങനെ ഒരു റിയൽ നമ്പർ അതിന്റെ സ്ക്വയർ നെഗറ്റീവ് ആയിട്ട് വരുന്ന ഒരു റിയൽ നമ്പർ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നൾ സെറ്റ് ആണ് എന്ന് നമുക്ക്, അതായത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സെറ്റ് ആയതുകൊണ്ട് അത് നൾ സെറ്റ് ആണ്. ദെൻ അപ്പൊ നൾ സെറ്റ് എന്നുള്ളത് നമ്മൾ നൾ മെട്രിക്സ് എന്നതുപോലെ, നൾ എന്നതിന്റെ മീനിങ് 0 എന്നാണ്, ശൂന്യത എന്നാണ്. സോറി, 0 എന്നല്ല, ശൂന്യത എന്നുള്ളതാണ്. സിംഗിൾട്ടൺ സെറ്റ്. അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി 1 എലമെന്റ്, സിംഗിൾ എലമെന്റ് മാത്രം, ഈസ് കോൾഡ് സിംഗിൾട്ടൺ ഓർ യൂണിറ്റ് സെറ്റ്. യൂണിറ്റ് 1 എന്നാണ് അർത്ഥം. സോ സെറ്റ് എലമെന്റ് 0 മാത്രമായിട്ട് അല്ലെങ്കിൽ 3 മാത്രമായിട്ട് എ മാത്രമായിട്ട് ഉള്ള സെറ്റുകളെ, അത്തരത്തിലുള്ള സെറ്റുകളെ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ദ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ 2 ഈസ് എ സിംഗിൾട്ടൺ. കാരണം അത് ഉൾക്കൊള്ളുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലെ. ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നമ്പർ 1 മാത്രമാണ് വരുന്നത്. സോ ആർ ദ ഫോളോയിങ് സെറ്റ്സ് സെയിം ഓർ ഡിഫറെന്റ്? അവിടെ ഒരു ചോദ്യം ഉണ്ട്. എന്താണ് ഇവിടെ തന്നിരിക്കുന്നതും രണ്ടാമതായിട്ട് തന്നിരിക്കുന്നതും സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ എന്നുള്ളതാണ്. ഒന്നാമത്തേത് നൾ സെറ്റ് ആണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ സെറ്റില് 0 എന്ന ഒരു എലമെന്റ് കാണുന്നുണ്ട്. അത് ഒരിക്കലും നൾ സെറ്റ് അല്ല, കാരണം 0 ഒരു എലമെന്റ് തന്നെയാണ്. സോ അതൊരു, അതായത് അവിടെ ഒരു സിംഗിൾ എലമെന്റ് ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി അതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ് എന്ന് പറയാൻ വേണമെങ്കിൽ. ദ അബോവ് സെറ്റ്സ് ആർ ഡിഫറെന്റ്. ദ ഫസ്റ്റ് വൺ റെപ്രസെന്റ് നൾ സെറ്റ് ഹാവിംഗ് നോ എലമെന്റ്. The second one is a singleton having only 1 element. Then subset of a set. If every element of a set A is also an element of set B,
then A is called a subset of B and is written as a subset of B. That is, A is contained in B. അതായത് A എന്നത് ബിയിൽ നിന്ന് ഫോം ചെയ്ത ഒരു സെറ്റ്, ബിയിലെ എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് എ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ബികോം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് നമ്മൾ ഒരു കൊമേഴ്സ് ക്ലബ് ഉണ്ടാക്കുന്നത്. അപ്പൊ കൊമേഴ്സ് ക്ലബിലെ അംഗങ്ങൾ ഇപ്പൊ 10 അംഗങ്ങളാണുള്ളത് എങ്കിൽ കൊമേഴ്സ് ദ എലമെന്റ്സ് ഓഫ് കൊമേഴ്സ് ക്ലബ്, അപ്പോ കൊമേഴ്സ് ക്ലബ് ഈസ് എ സബ്സെറ്റ് ഓഫ് ബികോം ക്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. So let set A equal to 1, 2, 3 and set B is equal to 1, 2, 3, 5, 7. Then set A is a subset of set B as each element 1, 2, 3 അല്ലെ 1, 2, 3 എന്നത് B എന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ്. കാരണം അതിനകത്ത് നിന്നാണ് അതിലുള്ള എലമെന്റ്സ് ഉപയോഗിച്ചാണ് സെറ്റ് എ എന്നത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എന്താണ്, സെറ്റ് എ also belongs to B എന്ന് പറയാം. Okay, then write down all the subsets of the set A equal to elements A, B, C. 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആണ് സെറ്റ് എ. ഈ സെറ്റ് എ ഉപയോഗിച്ച് നമുക്ക് എത്ര സബ്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ആ സബ്സെറ്റുകൾ ഏതൊക്കെയാണ് എന്നും. സെറ്റ് എയിലെ എലമെന്റ്സ് 3 എണ്ണമാണ് ഉള്ളത്. ആ എലമെന്റ്സ് ഉപയോഗിച്ച് സബ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എത്ര എണ്ണം ലഭിക്കും എന്ന് ചോദിച്ചാൽ 2 raised to number of elements, 2 raised to n. n here എത്രയാണ്? 3 ആണ്. 3 എലമെന്റ്സ് ആണുള്ളത്. 2 raised to 3. That is 8 subsets can be formed using the set A. കാരണം അവിടെ 3 എലമെന്റ്സ് ഉള്ള സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 8 സബ്സെറ്റുകൾ ഫോം ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തത് എ ബി സി 3 എലമെന്റ്സും ഉപയോഗിച്ചിട്ട്, രണ്ടാമത്തത് എ ബി എന്നിവ ഉപയോഗിച്ച്, അടുത്തത് കോമ്പിനേഷൻ എ സി, അടുത്തത് ബി സി, അടുത്തത് സിംഗിൾട്ടൺ സെറ്റുകളാണ്. എ എന്ന എലമെന്റ് മാത്രം, അടുത്തത് ബി എന്ന എലമെന്റ് മാത്രം, അടുത്തത് സി എന്ന എലമെന്റ് മാത്രം, അടുത്തത് നൾ സെറ്റ്. അതായത് ഏറ്റവും ഒടുവില് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആയിട്ടുള്ള നൾ സെറ്റ്. നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അങ്ങനെ ടോട്ടലി 8 സബ്സെറ്റ്. 1, 2, 3, 4, 5, 6, 7, 8 സബ്സെറ്റ്സ്. ഇനി അടുത്തത് സൂപ്പർ സെറ്റ്. ഇഫ് എ is the subset of B, that is A is contained in B. A എന്നത് B-യിൽ ഉൾക്കൊള്ളുന്നതാണ്. Then set B is called the superset of A, superset of A, and is written as B contains A, B contains A. ഇങ്ങനെയാണ് എഴുതുന്നത്, B contains A. Okay, അപ്പോ അതിലെ ഏറ്റവും വലിയ സെറ്റ് ഏതാണോ അതിന് നേരെയാണ് ഇങ്ങനെ അതിന്റെ യു സി എന്ന് റിവേഴ്സ് ആയിട്ട് എഴുതിയത് പോലെ, അതായത് വാ പിളർന്ന് കിടക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോ വലിയതിന് നേരെയായിരിക്കും ഇതിന്റെ വാ പിളർന്ന് കിടക്കുന്നത് ഇങ്ങനെ. ഓക്കെ, അടുത്തത് നോക്കുക. ഇഫ് എ ഈസ് എ set of students who got first class and B is a set of students who passed the examination, then B is a superset of A. മനസ്സിലായാം? അതായത് A എന്നത് set of students who got first class. A എന്നത് ഫസ്റ്റ് ക്ലാസ് കിട്ടിയ സ്റ്റുഡൻസ്. B എന്നത് set of students who passed. എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോ ബി എന്നതാണ് വലിയ സെറ്റ്. ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. മനസ്സിലായല്ലോ? ബി എന്നതാണ് വലിയ സെറ്റ്. ബി ഈസ് ദ സൂപ്പർ സെറ്റ് ഓഫ് എ. ഇനി അടുത്തത് പ്രോപ്പർ സബ്സെറ്റ്. എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ഈസ് ഡിനോട്ടഡ് ആസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ഓർ സബ്സെറ്റ് ഓഫ് ബി. ഇഫ് A is a subset, set A is a subset of set B and A set A not equal to set B. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സെറ്റ് എ
സെറ്റ് ബിക്ക് തുല്യമാവാൻ പാടില്ല. അതായത് ഒരു എലമെന്റ് എങ്കിലും അതില് സെറ്റ് ബിയിൽ അധികം വേണം എന്നുള്ളതാണ്. എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ് ഉപയോഗിച്ചിട്ടാണ് എ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ എയും ബിയും തുല്യമായ സെറ്റുകളാവാൻ പാടില്ല. എയില് ഒരു എലമെന്റ് എങ്കിലും കുറവ് ആയിരിക്കും. അതുപോലെ തന്നെ ബിയില് സെറ്റ് എയിലെ എലമെന്റിനേക്കാൾ ഒന്നെങ്കിലും അധികം ഉണ്ടായിരിക്കും. ഹെൻസ് ഫോർ സെറ്റ് എ to be a proper subset of set B, all the elements of A shall belongs to B. അതായത് സെറ്റ് എയിലെ എല്ലാ എലമെന്റും സെറ്റ് ബിയിൽ ഉണ്ടാവണം. എന്നാൽ അത് മാത്രം പോരാ, എക്സ്ട്രാ ഒരു എലമെന്റും കൂടി ഉണ്ടാവണം. ആൻഡ് there must exist at least one element of set B which does not belongs to A, set A. Example, സെറ്റ് എ 1 2 3 4 5 എന്ന എലമെന്റ്സ് സെറ്റ് എയിലുണ്ട്. സെറ്റ് ബിയിൽ 1 2 3 4 5 ആൻഡ് 6 എന്ന ഒരു എക്സ്ട്രാ എലമെന്റും കൂടിയുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, സോ സെറ്റ് എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സെറ്റ് ബി. സെറ്റ് എ എന്നത് സെറ്റ് ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആണ്. അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സെറ്റ് എ എന്നുള്ളത്. നോട്ട് ദ ഫോളോയിങ് പോയിന്റ്സ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഇത് നോട്ട് ചെയ്യുക. എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതായത് എല്ലാ സെറ്റും അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. കാരണം ആ സെറ്റ് തന്നെ ഒരു സബ്സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഉദാഹരണത്തിന് സെറ്റ് എ എന്നതിലെ എലമെന്റ്സ് 1 2 3 4 5 ആണ് എങ്കിൽ അത് തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. അതായത് 1 2 3 4 5 ഉൾക്കൊള്ളുന്ന വേറെ ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തന്നെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. ഓക്കെ, അതായത് അതിലെ അംഗങ്ങൾ അല്ലാത്ത എന്നുള്ള അർത്ഥം വരുന്ന, അതായത് ഒരു അംഗങ്ങളും ഇല്ലാത്ത ശൂന്യമായിട്ടുള്ള സബ്സെറ്റ് എന്നൊരു ശൂന്യമായിട്ടുള്ള സെറ്റ് എന്നത് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ സെറ്റ് ഹാസ് n elements then it has 2 raised to n subsets. അത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതാണ്. ഒരു സെറ്റില് n എലമെന്റ്സ് ഉണ്ട് എങ്കിൽ ആ സെറ്റില് 2 raised to n സബ്സെറ്റ്, ആ സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 2 raised to n സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു സെറ്റില് 4 എലമെന്റ്സ് ഉണ്ട് എന്ന് കരുതുക. അതായത് 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to 4 സബ്സെറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ സെറ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതായത് 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 സബ്സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, പവർ സെറ്റ്. If set A be a given set, then the family of sets each of whose members is a subset of the given set A is called the power set of the set A and is denoted as P of S. അതായത് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇഫ് സെറ്റ് എ ഈക്വൽ ടു എലമെന്റ്സ് എ എലമെന്റ്സ് ബി അല്ലേ, അതായത് 2 എലമെന്റുകള് വരുന്ന സെറ്റ് എ, then its subsets are null set A B A B. അപ്പൊ 1 2 3 4 എല്ലാ എലമെന്റ്സും, അതായത് എല്ലാ എലമെന്റ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്മള് സബ്സെറ്റുകൾ, എല്ലാ സബ്സെറ്റുകളും ക്രിയേറ്റ് ചെയ്തു. എത്ര സബ്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? 2 എലമെന്റ്സ് ആയതുകൊണ്ട് 2 raised to 2, അതായത് 4 സബ്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോ പി ഓഫ് എല്ലാ സബ്സെറ്റുകളും കൂടി ഉൾക്കൊള്ളുന്ന ആ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. പി ഓഫ് എസ് ഈക്വൽ ടു നൾ സെറ്റ് എ ബി ആൻഡ് ഇറ്റ് ഹാസ് 2 raised to 2 ഈക്വൽ ടു 4 എലമെന്റ്സ്. അപ്പോ 4 എലമെന്റ്സ് ഉൾക്കൊള്ളുന്ന സെറ്റുകള് ആണ് നമുക്ക് ഇത് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതിനെയെല്ലാം, സബ്സെറ്റുകളെയെല്ലാം എലമെന്റുകളാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ വ്യക്തമായി പറയുകയാണെങ്കിൽ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ
സബ്സെറ്റുകൾ, എല്ലാ സബ്സെറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. Then universal set. If all the sets under consideration are subsets of a fixed set, say U, then this set U is called universal set. അതായത് എല്ലാ സെറ്റും അണ്ടർ കൺസിഡറേഷൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റും സബ്സെറ്റ് ഓഫ് എ ഫിക്സഡ് സെറ്റ് ആണ്. ഒരു സെറ്റും, ഏത് സെറ്റും ഒരു ഫിക്സഡ് സെറ്റിന്റെ സബ്സെറ്റ് ആണ്. ആ ഫിക്സഡ് സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എനി സെറ്റ് അണ്ടർ ഡിസ്കഷൻ ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ സബ്സെറ്റ് ഓഫ് എ ബിഗ് സെറ്റ്. ദാറ്റ് ബിഗ് സെറ്റ് ഈസ് നോൺ ആസ് universal set. This big set is the universe of the set under consideration. So every set has a universe. എല്ലാ സെറ്റിനും ഒരു യൂണിവേഴ്സ് ഉണ്ടാകും. ആ യൂണിവേഴ്സിൽ നിന്നാണ് മറ്റു സെറ്റുകളെ രൂപീകരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കോളേജിലെ കുട്ടികൾ എന്നുള്ളത് ഒരു യൂണിവേഴ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മള് ഫസ്റ്റ് ബികോം സ്റ്റുഡൻസ് എന്നത് ഒരു സബ്സെറ്റ് ആണ്. അതേസമയം സെക്കൻഡ് ബികോം സ്റ്റുഡൻസ് എന്നത് മറ്റൊരു സബ്സെറ്റ് ആണ്. ഫൈനൽ ബികോം സ്റ്റുഡൻസ് എന്നത് മറ്റൊരു സബ്സെറ്റ് ആണ്. ഇനി ഫൈനൽ BBA സ്റ്റുഡൻസ് എന്നത് വേറൊരു സബ്സെറ്റ് ആണ്. സെക്കൻഡ് BBA സ്റ്റുഡൻസ് എന്നത് മറ്റൊരു സബ്സെറ്റ് ആണ്. ഇങ്ങനെയുള്ള സബ്സെറ്റുകളുടെ യഥാർത്ഥത്തില് ഏതിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് എന്നുള്ളതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിലൊരിക്കലും മറ്റൊരു കോളേജിലെ സ്റ്റുഡൻസ് വരില്ല. ഓക്കെ, then if we discuss integers like set of positive integers, set of negative integers, set of odd integers, etc., then they all belongs to a big set called set of integers. അതായത് set of integers എന്ന വലിയ സെറ്റിന്റെ ഭാഗമാണ് നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സബ്സെറ്റുകളാണ് എന്ത്? സെറ്റ് ഓഫ് ഓഡ് ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, അല്ലെ? നെഗറ്റീവ് നമ്പേഴ്സും ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഒക്കെ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, നമ്പർ എന്ന അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സെറ്റിനെ, ആ വലിയ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ദിസ് സെറ്റ് ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, ക്ലിയർ? Then next, disjoint set. ആ പേരിൽ തന്നെ ഉണ്ട്, എന്താണ്? ജോയിന്റ് ആവാത്തതാണ്. Two sets A and B are said to be disjoint sets if no element of A is in B and no element of B is in A. അതായത് എയിലെ ഒരു എലമെന്റും ബിയിൽ ഇല്ല, അതുപോലെ തന്നെ ബിയിലെ ഒരു എലമെന്റും തിരിച്ച് എയിലില്ല, അല്ലെ? ഓക്കെ, ഇപ്പൊ ഉദാഹരണം നോക്കുക. സെറ്റ് എ ഇലെ എലമെന്റ്സ് 1 2 3, സെറ്റ് ബിയിലെ എലമെന്റ്സ് 5 7 9. അപ്പോ നോക്കുക, 1 2 3 എന്നതില് ഏത് എലമെന്റും സെറ്റ് ബിയിൽ വരുന്നില്ല. 5 7 9 എന്ന എലമെന്റ്സ് ഒന്നും പോലും സെറ്റ് എയിൽ വരുന്നില്ല. Therefore, if set A and set B are disjoint sets, they have no common element. ഓർമ്മിക്കേണ്ട കാര്യം അതാണ്. ഡിസ്ജോയിന്റ് സെറ്റിൽ ഒരിക്കലും കോമൺ എലമെന്റുകൾ ഉണ്ടായിരിക്കുകയില്ല. ദെൻ മറ്റൊരു അടുത്തത് നമ്മൾ പഠിക്കാനുള്ള, ഇപ്പൊ തൊട്ടു മുമ്പേ പഠിച്ചിട്ടുള്ള റൂൾ ഉപയോഗിച്ചുകൊണ്ട് പവർ സെറ്റ്, എന്താണ് സബ്സെറ്റ്, സൂപ്പർ സെറ്റ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എലമെന്റ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ പഠിച്ചു കഴിഞ്ഞത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന 1 മുതൽ 6 വരെയുള്ള ആ ചോദ്യങ്ങള് ഒന്ന് തൽക്കാലം ആദ്യം എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ 6 ചോദ്യങ്ങൾ വായിക്കുക. എന്നിട്ട് ഒന്ന് പേപ്പറിൽ എഴുതുക. എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്? റൈറ്റ് ഇൻ വേർഡ്സ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് സെറ്റ് നൊട്ടേഷൻസ്. ഈ സെറ്റിന്റെ ഓരോ സിമ്പിൾ, ഈ ഓരോ നൊട്ടേഷൻസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് എഴുതിയെടുക്കുക. അപ്പോ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുക 1 മിനിറ്റ് നേരത്തേക്ക്. എന്നിട്ട് എഴുതിയതിനു ശേഷം തുടർന്ന് കാണുക. അതിന്റെ ആൻസർ ഇതാണ്.
set A is a subset of set B or A is contained, A ഉൾക്കൊള്ളുന്നു ഏതില്? B. A is contained in, B യിൽ ഉൾക്കൊള്ളുന്നു A എന്നുള്ളത്. അപ്പോ B ആണ് വലിയ സെറ്റ് എന്ന് അർത്ഥം. A is a subset of B. ഇനി അടുത്തത് A is a proper subset of B. Proper subset of B. നോക്കുക, A is a proper subset of B എന്നാണ്. അടുത്തത് R, set R is not a subset of set S. Set R is not a subset of set S എന്നുള്ളതാണ്. Then അടുത്തത് set A is superset of set B, that is set A contains set B, അല്ലെങ്കിൽ set B contained in set A എന്നും പറയാം. ഇനി അടുത്തത് അഞ്ചാമത്തത് എന്താണ് ആൻസർ? X belongs to set A or X is an element of set A, അല്ലെങ്കിൽ X is a member of set A. അടുത്തത് ആറാമത്തത് Y does not belong to set B. Y does not belong to set B എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് സെറ്റ് തിയറിയുടെ ബേസിക്സ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് വീഡിയോയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ല എങ്കിലും ആ കാര്യം വ്യക്തമായി കമന്റ് ചെയ്യുക. അതുപോലെ തുടർന്ന് എന്തെങ്കിലും ക്ലാസ്സുകളുടെ വീഡിയോ ആവശ്യമാണെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ and come to the next class in the next time. Thank you.